ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ചു നൽകുന്ന വലിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സൃഷ്ടികർത്താവായ ദൈവം നമ്മൾ ഇത്രത്തോളം അനുഗ്രഹിക്കുമ്പോൾ, നമുക്ക് ദിവസങ്ങളെ അനുഗ്രഹിച്ച് നൽകുമ്പോൾ, ആ ദിവസത്തിന് നമ്മൾ നന്ദി അറിയിക്കാതെ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ദൈവിക ആലോചനകളെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും മോശകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ജീവനും ചൈതന്യവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന, നമ്മുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനം നൽകുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു, നമുക്ക് നിത്യജീവനെ പ്രദാനം ചെയ്യുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് സാക്ഷ്യം പറയുന്ന, ക്രിസ്തുവാകുന്ന ദൈവിക വചനങ്ങളെ പഠിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിക്കുന്ന നിങ്ങളേവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും ചിന്തിച്ചു കൊണ്ടിരുന്നത് പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കിയാണ്. ഈജിപ്റ്റ് ടു കാനാൻ, അല്ലെങ്കിൽ ഇസ്രയേൽ ദേശത്തായിരുന്ന ദൈവത്തിൻ്റെ ജനം, മിസ്രൈം ദേശത്തായിരുന്ന ദൈവത്തിൻ്റെ ജനം എപ്രകാരമായിരുന്നു അവിടെ നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് മോശ പ്രവാചകനിലൂടെ എപ്രകാരമാണ് പോയത് എന്നും, അവിടെ ഇസ്രയേൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്രകാരത്തിൽ കഴിഞ്ഞ നാളുവരെയും പെസഹ കുഞ്ഞാടിനെക്കുറിച്ച്, പെസഹയെക്കുറിച്ച് വരെയും നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് മാറയിലെ വെള്ളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ചിന്തയ്ക്ക് ആധാരമായിട്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: അനന്തരം മോശ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയ്ക്ക് നേരെ പിറുപിറുത്തു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അവിടുന്ന് ഇസ്രയേൽ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച്, അതിന് വിപരീതമായിട്ട് ആ അത്ഭുതങ്ങളെ കണ്ടിട്ടും ഇസ്രയേൽ ജനങ്ങൾ പ്രവർത്തിച്ചതായിട്ടുള്ള പിറുപിറുപ്പിനെ കുറിച്ചൊക്കെയും ചിന്തിക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതത്തിൽ അതെന്ത് ആത്മീക അർത്ഥമാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കി അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളോട് അവിടെ നിന്ന് ഇടപെടണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇസ്രയേൽ ജനം മിസ്രൈം ദേശത്ത് നിന്നും വാഗ്ദത്ത ദേശത്തേക്ക്, വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വേളയിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മരുഭൂമിയിലായിരിക്കുന്ന ഇസ്രയേൽ ജനങ്ങൾക്ക് 3 ദിവസം കുടിക്കുവാൻ വെള്ളമില്ലാതിരുന്നതായിട്ടുള്ള ഒരു അനുഭവമുണ്ടായി എന്ന്. ഇതിനെക്കുറിച്ച് നാം കുറച്ചുകൂടി വ്യക്തമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ദൈവം മോശയിലൂടെ കൽപ്പിക്കുന്ന, ദൈവം ചിന്തിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, ഇസ്രയേൽ ജനം മറ്റൊരു വഴിയിലൂടെ കനാൻ ദേശത്തേക്ക് പോവുകയാണ് എങ്കിൽ അവിടെ മല്ലന്മാരായ അമലേക്കുകളുണ്ട് എന്നും അവർ ഇസ്രയേൽ ജനങ്ങളെ ആക്രമിക്കുമെന്നും, അത് കാണുമ്പോൾ ഇസ്രയേൽ ജനങ്ങളുടെ മനസ്സ് വളരെയധികം വ്യാകുലപ്പെടും, അവർ വിഷമിക്കുമെന്നും ദൈവം കരുതി അവരെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്നു, മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകുന്നു. കാരണം മുന്നമേ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം ഇസ്രയേൽ ജനങ്ങളുടെ നിലവിളി കേട്ടാണ് മോശയെ ഇസ്രയേൽ ജനങ്ങളുടെ ഇടയിലേക്ക് അയക്കുന്നത്. അങ്ങനെ മോശ ഇസ്രയേൽ ജനങ്ങൾക്ക് വേണ്ടി, ഇസ്രയേൽ ജനങ്ങളുടെ വിടുതലിനു വേണ്ടി ഫറവോനോട് സംസാരിക്കുമ്പോൾ ഫറവോൻ
ഇസ്രായേൽ ജനങ്ങളുടെ വേല കഠിനമാക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നു. അതുവരെയും വൈക്കോൽ നൽകിയിരുന്നതായിട്ടുള്ള ഫറവോൻ അത് നിർത്തുകയും അവർ തന്നെ സ്വയം വൈക്കോൽ കണ്ടെത്തണമെന്നും എന്നാൽ ദിവസവും ചെയ്യുന്നതായിട്ടുള്ള ഇഷ്ടികയുടെ എണ്ണം അത് ക്രമത്തിനൊത്തതായിരിക്കണമെന്നും ഇവിടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജനത്തോട് ഇവിടെ ഫറവോൻ കൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷം ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മളെ അല്ലെങ്കിൽ മോശയും അഹരോനും ചേർന്ന് ഇസ്രായേൽ ജനങ്ങളെ ഫറവോൻ്റെ മുന്നിൽ നാറ്റിച്ചു, അവർ ജോലി കഠിനമാക്കി തന്നിരിക്കുന്നു, അത് മോശയുടെയും അഹരോൻ്റെയും പ്രശ്നമാണ് എന്ന് അവിടെ അവർ ഊന്നി പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക, അത്തരത്തിൽ അമോല്യക്കുകളുടെ ഇടയിലൂടെ ഇസ്രായേൽ ജനങ്ങളെ ദൈവം നയിച്ചിരുന്നുവെങ്കിൽ, മോശയിലൂടെ ദൈവം നയിച്ചിരുന്നുവെങ്കിൽ, ഇതേ പിറുപിറുപ്പ് വീണ്ടും ഇസ്രായേൽ ജനം ചെയ്യും എന്ന് മനസ്സിലാക്കിയ സ്വർഗത്തിലെ ദൈവം അവരുടെ ഹൃദയം വ്യാകുലപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അവരുടെ ഹൃദയം തണുത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി അവരെ ദൈവം മറ്റൊരു വഴിയിലൂടെ നയിച്ചു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ പോകുന്നതായിട്ടുള്ള വേളയിൽ അവരുടെ മുന്നിൽ വലിയ ഒരു പ്രതിസന്ധി കടന്നു വരുന്നു. സംഹാരകൻ മിസ്രൈം ദേശത്തു കൂടി കടന്നുപോയി ഇസ്രായേൽ ജനങ്ങളെ സംരക്ഷിക്കുകയും മിസ്രൈം ദേശത്തിലെ മറ്റ് ആദ്യജാതന്മാരെയൊക്കെയും കൊന്നൊടുക്കുകയും ചെയ്ത സമയത്ത് ഫറവോൻ്റെ ഹൃദയത്തിന് കാഠിന്യമായിരിക്കുന്ന ഹൃദയം മാറ്റി ഫറവോൻ ചിന്തിച്ചുവെങ്കിൽ ഇവിടെ ഇസ്രായേൽ ജനങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ഫറവോൻ ആജ്ഞ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ ഫറവോൻ്റെ സൈന്യം ഇസ്രായേൽ ജനങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പിന്തുടർന്നു കൊണ്ടുവരുന്നതായിട്ടുള്ള വേളയിൽ ഇസ്രായേൽ ജനം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ആ സമയത്ത് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഫറവോൻ്റെ സൈന്യമാണ്. ആ സൈന്യത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ മുന്നിൽ മറ്റൊരു വലിയ തടസ്സം നിലനിൽക്കുന്നു. തടസ്സമെന്ന് പറയുന്നത് ചെങ്കടൽ. ആ ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനങ്ങൾക്ക് നടന്നു പോകുക പ്രയാസമേറിയ കാര്യമാണ്. അങ്ങനെ ചെങ്കടൽ അവരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇതേ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നു, നമ്മൾ ഈ ചെങ്കടലിൽ വീഴ്ത്തി കൊല്ലുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫറവോൻ്റെ കയ്യിൽ അകപ്പെട്ട് മരിക്കുന്നതിന് വേണ്ടിയാണോ നമ്മളെ കൊണ്ടുവന്നത് എന്ന് ഇസ്രായേൽ ജനം ചിന്തിക്കുന്നു. എന്നാൽ ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുകയാണ്, നിന്റെ കൈ സമുദ്രത്തിലേക്ക് നീട്ടുവാൻ. അങ്ങനെ മോശ കൈ സമുദ്രത്തിലേക്ക് നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു എന്നും ആ ചെങ്കടലിൻ്റെ വെള്ളം രണ്ട് സൈഡിലും അണ പോലെ നിന്നു എന്നും ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ ജനം സഞ്ചരിച്ചു പോന്നു എന്നും ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നു. സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായിട്ട് ഈ അവസരം അല്ലെങ്കിൽ ഈ സംഭവ വികാസത്തെ വർണ്ണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. അങ്ങനെ ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തൂടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം ഒരു കാറ്റടിപ്പിച്ച് അതിനെ രണ്ട് ഭാഗത്താക്കിയെന്നാണ്. എപ്രകാരമായാലും അവർ ആ ഉണങ്ങിയ നിലത്തൂടെ സഞ്ചരിക്കുകയും ആ സമയത്ത് ഈ അത്ഭുതം കണ്ട ഇസ്രായേൽ ജനം സ്വർഗത്തിലെ ദൈവത്തെ തീർച്ചയായും സ്തുതിച്ചിട്ടുണ്ടാവാം. എന്നാൽ അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നാലെ വരുന്നതായിട്ടുള്ള ഫറവോൻ്റെ സൈന്യം ചെങ്കടലിലെത്തിയപ്പോൾ ദൈവം വീണ്ടും ഒരു കാറ്റടിപ്പിച്ച ഇതിനെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഫറവോൻ്റെ സൈന്യം ചെങ്കടലിൽ വീണു മരിക്കുന്നു. ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ രക്ഷ പ്രാപിക്കുന്നു. ഈ അവസ്ഥയെ പിൽക്കാലത്ത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് ഇതെന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ചെങ്കടലിൽ സ്നാനമേറ്റു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്ര മനോഹരമായിട്ട് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിലൂടെ വഴി നടത്തി കൊണ്ടുവന്ന ചെങ്കടലിൻ്റെ മധ്യേ ചെങ്കടലിനെ പിളർന്ന് നയിച്ചു എന്നും അത് കണ്ട ആ അത്ഭുതം കണ്ട ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിച്ചു എന്നും കാണുവാൻ സാധിക്കാം. മോശ സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ചു. ഈ അത്ഭുതം കണ്ട മിര്യാം ഗാനങ്ങളാൽ സ്വർഗത്തിലെ ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട് എല്ലാവരും സന്തോഷിച്ചോ, സ്വർഗത്തിലെ ദൈവത്തെ പാടി സ്തുതിച്ചോ. എന്നാൽ ഈ സംഭവം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം
മറ്റൊരവസ്ഥയിൽ അവർ ചെങ്കടലിൽ നിന്നും യാത്ര തിരിച്ചു പോകുന്ന വേളയിൽ മരുഭൂമിയിൽ 3 ദിവസം വെള്ളമില്ലായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെ മരുഭൂമിയിൽ വെള്ളമില്ലാതിരുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ, അവസ്ഥയിൽ ഈ ഇസ്രായേൽ ജനം മോശയ്ക്കും അഹരോനുമെതിരെ, സ്വർഗത്തിലെ ദൈവത്തിനെതിരെ പിറുപിറുത്തു എന്നും തിരുവചനം രേഖപ്പെടുത്തുന്നു. ഓർത്തു നോക്കുക, മിസ്രൈം ദേശത്ത് 10 അത്ഭുതങ്ങൾ കണ്ട ഇസ്രായേൽ ജനം, മിസ്രൈം ദേശത്ത് സംഹാരകൻ മിസ്രൈമ്യരെ സംഹരിക്കുമ്പോൾ, അവിടുത്തെ ആദ്യജാതന്മാരെ സംഹരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഒന്നും ചെയ്യാതെ ചെങ്കടലിൻ്റെ മധ്യത്തിലൂടെ കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവത്തിനെതിരെ ഇവിടെ ഇസ്രായേൽ ജനം പിറുപിറുത്തു എന്ന് തിരുവചനം പറയുന്നു. 3 ദിവസം അവർക്ക് മരുഭൂമിയിൽ കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. അതിനുശേഷം മാറയിലെത്തിയപ്പോൾ അവിടെയും കുടിക്കുവാനുള്ള വെള്ളം അത് കയ്പായി തീർന്നതുകൊണ്ട് ഇവിടെ ഇസ്രായേൽ ജനം സ്വർഗത്തിലെ ദൈവത്തിനെതിരെ പിറുപിറുത്തു എന്ന് തിരുവചനം പറയുന്നു. തുടർന്ന് അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇസ്രായേൽ ജനം വീണ്ടും സ്വർഗത്തിലെ ദൈവത്തിനെതിരെ പിറുപിറുത്തതായിട്ട് കാണുവാൻ സാധിക്കാം. അവർ പറയുന്നു, നമ്മൾ ഇറച്ചിക്കലങ്ങളുടെ മധ്യത്തിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് നിസ്സാരമായിരിക്കുന്ന ഈ മന്ന നമുക്ക് വേണ്ടുന്നതല്ല. ബലവാന്മാരുടെ ആഹാരം സ്വർഗത്തിൽ നിന്ന് ഇറക്കി നൽകിയ മന്നയെക്കുറിച്ചാണ് ഇവർ ഈ പറയുന്നത്. തുടർന്ന് അവർ പറയുന്നു, നമുക്ക് ഇറച്ചി വേണം. ദൈവം കാടക്കുഞ്ഞുങ്ങളെ, കാടക്കോഴികളെ, കാടപ്പക്ഷികളെ അവർക്ക് കൊടുത്തു. അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ മെരീബ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴും അവിടെയും വെള്ളം ഒരു പ്രശ്നമായിട്ട്, അവർക്ക് കുടിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള വെള്ളം ഉണ്ടായി എന്നും അവിടെ ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും അവർ കലഹിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെയും കാണുവാൻ സാധിക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം, അവരെ വിളിച്ചു കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവം അവർക്ക് മനോഹരമായിട്ട് കുടിക്കുവാൻ വെള്ളവും ഭക്ഷിക്കുവാൻ ഇറച്ചിയും നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ആ ക്രിസ്തുവാണ് ജീവൻ്റെ അപ്പം എന്ന്. അതേ ക്രിസ്തു തന്നെയാണ് ജീവൻ്റെ ജലമെന്നും തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം യോഹന്നാൻ അപ്പോസ്തലനിലൂടെ നമ്മോട് ചോദിക്കുന്നു, മരുഭൂമിയിൽ മന്ന കഴിച്ച ഇസ്രായേൽ ജനങ്ങൾക്ക് വിശന്നു, എന്നാൽ യഥാർത്ഥ ജീവൻ്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തുവിൽ നമ്മൾ അഭയം പ്രാപിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട് എന്ന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി നൽകുന്ന ആ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട് എന്ന് കാണുവാൻ സാധിക്കാം. ആ ജീവൻ്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തു ആ ജീവൻ്റെ വചനം കൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ജീവൻ്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തു ഇസ്രായേൽ ജനങ്ങൾക്ക് കാടപ്പക്ഷികളെ നൽകി പോറ്റുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ജീവൻ്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ബലവാന്മാരുടെ ഭക്ഷണം, മാലാഖമാരുടെ ഭക്ഷണം, മന്ന നൽകി ഇസ്രായേൽ ജനങ്ങളെ പരിപോഷിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ക്രിസ്തു ലോകത്തോട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന അപ്പം, ജീവൻ്റെ അപ്പം, ദൈവത്തിൻ്റെ വചനം അതിനെ പ്രദാനം ചെയ്യുന്നു. ആ അപ്പം മാത്രമല്ല, ക്രിസ്തു ജീവൻ്റെ ജലവും കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് ആ ക്രിസ്തു ഈ ലോകത്തെ പഠിപ്പിക്കുന്നു. ആ ക്രിസ്തു ഉത്സവത്തിൻ്റെ ആണ്ടില, ഉത്സവത്തിൻ്റെ നാളില ആ ക്രിസ്തു നിന്നുകൊണ്ട് ക്രിസ്തുവിനെ ശ്രമിച്ചതായിട്ടുള്ള ജനങ്ങളോട് പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം വന്ന് എന്നിൽ നിന്നും കുടിപ്പേൻ, ഞാനാകുന്നു ജീവൻ്റെ ജലം, എന്നിൽ നിന്നും കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് ആ ക്രിസ്തു പറഞ്ഞു. ആ ക്രിസ്തു യാക്കോബിൻ്റെ കിണറ്റരികിൽ നിന്നുകൊണ്ട് ശമര്യക്കാരത്തി സ്ത്രീയോട് സംവാദിക്കുമ്പോൾ ക്രിസ്തു പറയുകയാണ്, ക്രിസ്തുവാകുന്ന ജീവൻ്റെ ജലത്തിൽ നിന്നും നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് ദാഹിക്കുകയില്ല എന്ന്. അവിടെ യാക്കോബിൻ്റെ കിണറ്റിൽ നിന്നും ജീവൻ്റെ ജലത്തിനു വേണ്ടി ദാഹിച്ച ശമര്യക്കാരത്തി സ്ത്രീക്ക് കർത്താവായ യേശു ക്രിസ്തു ജീവൻ്റെ ജലം പ്രദാനം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ആകാശത്തിന് കീഴുള്ള വെള്ളവും ആകാശത്തിന് മുകളിലുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ച് സമുദ്രത്തെയും ആകാശത്തെയും ഉണ്ടാക്കിയ സ്വർഗത്തിലെ ദൈവം ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് മഴ പെയ്പ്പിക്കുകയും
ഭൂമിയിലെ ഉറവുകളെ പൊട്ടിച്ച വെള്ളം നൽകുകയും ചെയ്തതായിട്ടുള്ള, അല്ലെങ്കിൽ ജലപ്രളയമുണ്ടാക്കുകയും ചെയ്ത സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞാൻ ജീവൻ്റെ ജലമാകുന്നു, എന്നിൽ നിന്നും കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന്. ആ ക്രിസ്തു മരുഭൂമിയിൽ മാറായെ മധുരമാക്കി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. മരുഭൂമിയിൽ കലഹക്കാർക്ക് ആ ക്രിസ്തു ജലം പ്രദാനം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ചെങ്കടലിനെ രണ്ടായി പിളർന്നപ്പോൾ ആ അത്ഭുതം കണ്ട് സന്തോഷിച്ച, ദൈവത്തെ സ്തുതിച്ച, ദൈവത്തെ ഗാനങ്ങളാൽ പാടി സ്തുതിച്ച ഇസ്രായേൽ ജനം ഇവിടെ 3 ദിവസം മരുഭൂമിയിൽ കുടിക്കുവാൻ വെള്ളമില്ലാതിരുന്നതായി കണ്ട്, മാറയിലെ വെള്ളം അത് കുടിക്കുവാൻ നല്ലതല്ല, കയ്പുള്ളതാണ് എന്ന് കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനെതിരെ പിറുപിറുത്തു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്ന. ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമാണോ? നമ്മുടെ ജീവിതത്തിൽ പ്രയാസവേളകളില്ല, കഷ്ടതകളുടെ വേളയില്ല, രോഗത്തിൻ്റെ അവസ്ഥയില്ല, ഉണ്ണുവാനും ഉടുക്കുവാനും മതി എന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അതിനധികമായി ആഗ്രഹിച്ച് ലഭിക്കാതിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇസ്രായേൽ ജനങ്ങളെ പോലെ സ്വർഗത്തിലെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരാണ്. ദൈവത്തിൻ്റെ അത്ഭുതം എത്രമാത്രമാണ് നാം കണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ. ഇവിടെ ഇസ്രായേൽ ജനം കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല. വാക്തത്വ മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമേ അറിയാവൂ. എന്നാൽ ആ ഇസ്രായേൽ ജനം ഇവിടെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു. എന്നാൽ ആ വാക്തത്വ മശിഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും ഈ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ വസിച്ചുകൊണ്ട് പാപം ചെയ്യാതെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ചൂനമില്ലാത്ത കുഞ്ഞാടായി നമുക്കോരോരുത്തർക്കും കാൽവരിയിൽ മരിച്ച് നമുക്ക് നിത്യജീവനെ പ്രദാനം ചെയ്ത, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത, ഇതാ ഇന്നു മുതൽ എഴുതുക, കർത്താവിൽ മരിക്കുന്ന ബുദ്ധന്മാർ ഭാഗ്യവാന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവം, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, ആ ക്രിസ്തുവാകുന്നു ജീവൻ്റെ ജലം, ആ ജലത്തിൽ നിന്നും കുടിക്കുന്നവർക്ക് ദാഹിക്കുകയില്ല എന്ന്. ആ ക്രിസ്തുവാകുന്ന ജീവൻ്റെ ജലം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ജീവനദിയായിട്ട് ഒഴുക്കി നമുക്ക് നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ജീവനദിയെ യെഹെസ്കേൽ പ്രവാചകൻ തൻ്റെ ദർശനത്തിൽ കാണുമ്പോൾ അതിനു ചുറ്റും ജീവവൃക്ഷങ്ങൾ നിൽക്കുന്നത് കാണുന്നു. അതേ കാഴ്ച തന്നെ വെളിപ്പാടുകാരനായ യോഹന്നാനും കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതിൽ ചലിക്കുന്ന ജീവികളെ യെഹെസ്കേൽ പ്രവാചകൻ കാണുന്ന. അപ്പോൾ ആ ജീവൻ്റെ ഉറവ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചലനമുണ്ടാക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയത പ്രദാനം ചെയ്യുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനെ പ്രദാനം ചെയ്യുന്നതാണ്. ആ ക്രിസ്തുവാകുന്ന ജീവൻ്റെ ജലം നമ്മൾ കുടിച്ചാൽ നമുക്ക് ദാഹിക്കുകയില്ല. ആ ജീവൻ്റെ ജലം എപ്പോഴും പകർന്നു നൽകുവാൻ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലെ ദൈവം സന്നദ്ധനാണ്. ഇവിടെ 3 ദിവസം ആ ജലം കുടിക്കാനില്ലാതെ വന്നപ്പോൾ, 3 ദിവസം മരുഭൂമിയിൽ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാതിരുന്നതായിട്ടുള്ള അവസ്ഥയിൽ അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു. എന്നാൽ അതിനു മുമ്പ് അവർ ദൈവത്തിൻ്റെ പല അത്ഭുതങ്ങളും കണ്ടതാണ്. ആ ചെങ്കടലിനെ പിളർക്കുവാൻ പ്രാപ്തനായ ദൈവത്തിന്, മിസ്രൈമിൽ 10 ബാധകളെ കൊണ്ടുവരുവാൻ പ്രാപ്തനായ ദൈവത്തിന്, ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്ത് നിന്നും ഫറവോൻ്റെ അധിനിവേശത്തിൽ നിന്നും ഫറവോനെ പരാജയപ്പെടുത്തി കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ള ദൈവത്തിന്, ആ ദൈവം ജീവൻ്റെ ജലമാണ്. ആ ക്രിസ്തുവിന് മനുഷ്യന് ജീവജലം നൽകുക എന്നുള്ളത്, ആ ദൈവത്തിന് മനുഷ്യന് ജീവജലം നൽകുക എന്നുള്ളത്
വളരെ കഠിനമായ ഒരു കാര്യമല്ല. വളരെ ഈസിയായിട്ട് ദൈവത്തിന് അത് ചെയ്യുവാൻ സാധിക്കാം. അതാ ദൈവത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നാം അപ്രകാരമാണോ? ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളെ കണ്ട നമുക്കോരോരുത്തർക്കും കാൽവരിയിൽ നമുക്ക് നിത്യജീവനെ നൽകുന്നതിന് വേണ്ടി സ്വന്തം രക്തത്തെ നൽകിയ, സ്വന്തം ശരീരത്തെ നൽകിയ ദൈവം, സകലതും നമുക്ക് നൽകുവാൻ സന്നദ്ധനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാതെ, ആ ദൈവിക പദ്ധതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ ഇസ്രായേൽ ജനങ്ങളെപ്പോലെ പിറുപിറുക്കുന്നവരാണോ നാം ഓരോരുത്തരുമെന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ 3 ദിവസം വെള്ളം കുറഞ്ഞു എന്ന് പറഞ്ഞ്, മന്ന നിസ്സാര ഭക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇറച്ചി കിട്ടിയെങ്കിലേ മതിയാവുകയുള്ളൂ എന്ന് ദൈവത്തോട് ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഈ മെരീബയിലെ അവസ്ഥയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പിൽക്കാലത്ത് എബ്രയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ അന്ന് ദൈവത്തിനെതിരെ പിറുപിറുത്ത് ദൈവത്തോട് മത്സരിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇന്നാണ് സുപ്രധാന ദിവസം, ഇന്നാണ് രക്ഷാ ദിവസം. നിങ്ങൾ ക്രിസ്തുവാകുന്ന ജീവജലത്തോട് ചോദിക്കുകയാണ് എങ്കിൽ ക്രിസ്തു എല്ലാ ഉറവുകളെയും പൊട്ടിച്ച നമുക്ക് ജീവജലം കുടിക്കുവാൻ തരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ശമരിയക്കാരി സ്ത്രീക്ക് ക്രിസ്തുവാകുന്ന ജീവൻ്റെ ജലം നൽകിയെങ്കിൽ, ഉത്സവ ദിവസത്തിൽ ക്രിസ്തുവിനെ ശ്രമിച്ചതായിട്ടുള്ള ജനങ്ങൾക്ക് ജീവൻ്റെ ജലം നൽകിയെങ്കിൽ തീർച്ചയായിട്ടും മാറായി മധുരമാക്കുവാൻ പ്രാപ്തനായ ദൈവം നമുക്ക് ജീവജലത്തിൻ്റെ ഉറവുകളെ നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിത്യതയിൽ ആ ജീവനദിയെ കണ്ടുകൊണ്ട്, അതിൽ നിന്നും പൊട്ടുന്നതായിട്ടുള്ള ഉറവകളെ കണ്ടുകൊണ്ട്, അതിന് ചുറ്റും നിൽക്കുന്ന ജീവവൃക്ഷത്തെ കണ്ടുകൊണ്ട്, മേയ്ക്കുന്ന കുഞ്ഞാടിനെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശ്വാസമുള്ളവരായിട്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊണ്ട് ക്രിസ്തുവിനുള്ളതുപോലുള്ള വിശ്വാസം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം എന്നുള്ള വലിയ വാഗ്ദത്തത്തോടു കൂടി നമുക്ക് ജീവവൃക്ഷത്തിൻ്റെ, ജീവനദിയുടെ ഉറവുകളിൽ നിന്നും കുടിക്കുവാൻ മാറായി മധുരമാക്കി തീർത്ത ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന അടിയുടെ ജീവിതത്തിൽ പിറുപിറുപ്പിൻ്റെ അനുഭവമല്ല കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്ന, അങ്ങിൽ നിന്നും കുടിക്കുന്ന മക്കളായി ജീവിക്കുവാൻ എൻ്റെ ദൈവടികളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നീക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.